ചേട്ടാ ആളില്ലേ ചേട്ടാ? ഇതാര് എടുക്കണോ വേണ്ട? എനിക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിക്കും. എന്റെ അമ്മ ആശുപത്രിയിലാണ്. അവര് പൈസ അടച്ചാലേ അമ്മയ്ക്ക് ചികിത്സ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പൈസ ഇല്ലെന്ന് ചേട്ടനെങ്കിലും എനിക്ക് കുറച്ച് പൈസ തരും. എല്ലാവരോടെയും ചോദിക്കുമ്പോ എന്നെ ഓട്ടിച്ചു വിടും. ഇവന് പൈസ ഒന്നും കൊടുക്കില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഞാൻ അടിച്ചോടിച്ച് വിട്ടേ ഉള്ളൂ. എന്റെ അമ്മ മരിച്ചിട്ട് 2-3 വർഷം. ഇപ്പോഴും ഓരോ വീട്ടിൽ കയറി വട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കും. ഓരോ വീട്ടിൽ കയറി അമ്മയ്ക്ക് പൈസ എന്ന് പറഞ്ഞ് വട്ടായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കും. അച്ഛനെ കൊടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അമ്മ മരിച്ചിട്ട് എത്ര ആഴ്ചകളായി? ഒരാഴ്ചയല്ലേ ആയുള്ളൂ നിന്റെ അമ്മ മരിച്ചിട്ട്. അപ്പോൾ നിന്റെ അമ്മയെ മൊത്തത്തിൽ മറന്നിട്ട് നീ ലാവിഷായിട്ട് നീ ജീവിക്കുന്നു. ഈ കൊച്ചുപൈ മരിക്കും മുന്നേ കൊച്ചുപൈൻ്റെ അമ്മ മരിക്കും മുന്നേ കൊച്ചുപൈൻ എത്ര വയസ്സായെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പം തന്നെ 8 വയസ്സ് വരും. അമ്മ 3 വർഷം മുന്നേ മരിച്ചെങ്കിൽ അവൻ 5 വയസ്സ്. ഈ 5 വയസ്സിലും എന്താണ് അവൻ അമ്മ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാതെ ഇപ്പോഴും അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്കി നടക്കുന്നെങ്കിൽ അതാണോ മോൻ അതോ നീയാണോ മോൻ എന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പിന്നെ വേറെ ഒന്നും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരുപാട് അമ്മമാർ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ മക്കൾക്കും അതിന്റെ വില അറിയാം. ചില മക്കൾക്ക് നിന്നെ പോലുള്ള മക്കൾക്ക് അമ്മയുടെ വില അറിഞ്ഞൂടാതെ അമ്മ എല്ലാത്ത രീതിയിലാണ് നീ നോക്കുക. മരിച്ചു എടുത്ത് കുഴിച്ചിട്ട് നിന്റെ കാര്യങ്ങൾ നോക്കുക. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നീയാണോ ബെറ്റർ ഈ പയ്യനാണോ ബെറ്റർ? അതായത് നീയാണോ മെന്റൽ ആ പയ്യനാണോ മെന്റൽ നീ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അവന്റെ അമ്മ ഇപ്പോഴും അവന്റെ ഓർമ്മയിൽ മരിച്ചിട്ടില്ല. അവന്റെ ഓർമ്മയിൽ അമ്മ മരിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ അവൻ ആ ഒരു ചിന്തയിൽ അങ്ങ് നടക്കട്ടെ. അതിനെ തടയാൻ നടക്കുന്നതാണ് ആവശ്യം. ഒത്ത് സഹായിക്കാൻ നിനക്ക് നിവർത്തിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലെ നിനക്ക് അമ്മയുടെ വില അറിയാം. ആ ചെക്കനെ അറിയാനുള്ള വിലയും കൂടെ നീ എന്തിനാണ് നശിപ്പിച്ചാണ് പണി തുടങ്ങും.